ലൂക്കാ സുവിശേഷകൻ 9-ാം അധ്യായം 25-ാം വാക്യത്തിലൂടെ ഒരു വലിയ മർമ്മം നമുക്കായി പ്രഭാതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടി സ്വന്തം ജീവനെ അവൻ നഷ്ടപ്പെടുത്തുക. ഈ ഒരു ചോദ്യം സ്നേഹമുള്ളവരെ നമുക്കും സ്വന്തമല്ലേ? ലോകം മുഴുവൻ ഞാൻ കീഴടക്കി, പക്ഷേ തന്നെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, തന്നെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്ത് പ്രയോജനം? ഈ നേടിയവ ഒക്കെ ആരുടേതായി മാറും? ഈ നേട്ടങ്ങളെല്ലാം പലരുടെയും അവകാശ വിഷയമായി മാറും. അപ്പോൾ നമ്മുടെ ചോദ്യം ഈ പ്രഭാതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഞാൻ എന്തായി മാറി എന്നുള്ളതാണ്. ഈ നേട്ടങ്ങളൊക്കെ എൻ്റെ ജീവിതം അനുഗ്രഹമാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നതാണ്. നേടി 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 ജീവിക്കാൻ മറന്നു പോകുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ജീവിക്കാൻ മറന്നു പോകുന്നവർ, ജീവിക്കാൻ വിട്ടുപോകുന്നവർ, ഇനി ജീവിതം പിന്നെ ആവട്ടെ, ജീവിക്കാം എന്ന് തോന്നും. പക്ഷേ ജീവിതം തീർന്നു പോകുന്നു എന്നത്, സായാഹ്നത്തിലേക്ക് അടുക്കുന്നു എന്നത് നമ്മളൊക്കെ വളരെ വൈകിയായിരിക്കും തിരിച്ചറിയുന്നത്. വല്യപ്പച്ചൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, സുബോധം വന്നപ്പോൾ നേരം വെളുത്തു എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിതുണ്ടാകണം. നമ്മുടെ നേട്ടങ്ങളൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ജീവിതം ഇതിനു വേണ്ടി ബലി കഴിക്കരുത്. നന്നായി ജീവിക്കണം. അത് ദൈവത്തെ മാനിക്കുന്നവനാ നന്നായി ജീവിക്കാൻ പറ്റൂ. ഒരു ജീവിതം ദൈവം നിനക്ക് തന്നതാണെങ്കിൽ അത് എത്രമാത്രം നന്മയോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ അത്രമാത്രം നന്മയോടുകൂടി ജീവിക്കണം. അത് ജീവിതത്തെ മാത്രമല്ല ദൈവത്തെയും അതിലൂടെ മാനിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ജീവിതങ്ങളും അനുഗ്രഹമാവട്ടെ. ആമേൻ.